സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ ഒത്തിരി ക്രൈസിസുകൾ, ഒത്തിരി പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അത് നമ്മുടെ കുടുംബജീവിതത്തിലാകാം, നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം, സാമ്പത്തിക പ്രശ്നങ്ങളാകാം, ആരോഗ്യ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ രാഷ്ട്രത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാകാം. ഇവിടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത്? നസ്രത്തിലെ ആ കുടുംബത്തിന് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദൈവത്താൽ വളരെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു അവർ. മറിയം തൻ്റെ ഉദരത്തിൽ യേശുവിനെ, ദൈവത്തിൻ്റെ പുത്രനെ വഹിക്കുകയാണ്. എങ്ങനെയാണ് പക്ഷേ ഇവർ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുന്നത്? സുവിശേഷം അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറയുന്നുണ്ട്. മറിയം ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവം മറിയത്തോടൊപ്പം ജോസഫിനെയും അയക്കുകയാണ്. മറിയത്തിൻ്റെ ആ ഒരു വലിയ ഉത്തരവാദിത്വം താങ്ങുവാനായിട്ട്, അവളോടൊപ്പമായിരിക്കുവാനായിട്ട്. അതെ പ്രിയമുള്ളവരെ, ഈ സുവിശേഷം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവം നമ്മെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടുന്നില്ല. നമ്മെ സഹായിക്കുവാനായിട്ട്, നമ്മെ കരുതുവാനായിട്ട് ഒത്തിരി പേരെ കരുതി വെക്കുന്നുണ്ട് ദൈവം. സുവിശേഷങ്ങളുടെ പ്രതിപാദനത്തിൽ ജോസഫ് അങ്ങനെ മുൻപിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല. വളരെ ശാന്തമായിട്ട്, നിശബ്ദനായിട്ട് തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്ന ഒരാൾ. എങ്കിലും ജോസഫ് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ രക്ഷാകര ചരിത്രത്തിൽ. ജോസഫ് ഇല്ലായിരുന്നെങ്കിൽ ഈ രക്ഷാകര ചരിത്രം മറ്റൊരു രീതിയിലേക്ക് മാറുമായിരുന്നു. പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ജോസഫ് എത്തുന്നത്. മറിയത്തെ സമൂഹത്തിൻ്റെ വിധിന്യായങ്ങൾക്ക്, ഒറ്റപ്പെടുത്തലുകൾക്ക് ഒക്കെ വിട്ടുകൊടുക്കുവാൻ അയാൾ തയ്യാറാകുന്നില്ല. അയാൾ മറിയത്തിൻ്റെയും ഒപ്പം മറിയത്തിൻ്റെ ഉദരത്തിലുള്ള ആ കുഞ്ഞിൻ്റെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അവരുടെ ജീവൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ജോസഫിന് തീർച്ചയായിട്ടും തൻ്റെ സമൂഹത്തിൽ അന്നുണ്ടായിരുന്ന മാനങ്ങളനുസരിച്ച്, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളനുസരിച്ച്, മത നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളനുസരിച്ച് പെരുമാറാമായിരുന്നു. മറിയത്തെ ഉപേക്ഷിക്കാമായിരുന്നു. പക്ഷേ ജോസഫ് ഇങ്ങനെ ഈ പൊതു അഭിപ്രായം തേടി പോകുന്നില്ല. മറിച്ച് അവൻ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. ദൈവമാണ് അവന് വഴികാട്ടുന്നത്. സ്വപ്നത്തിൽ കൂടെ ദൈവം ജോസഫിനെ നയിക്കുകയാണ്. പലർക്കും സ്വപ്നം എന്നുള്ളത് അത്ര പ്രാധാന്യമുള്ള ഒന്നല്ല. എന്നാൽ ജോസഫ് അതുപോലും അത്ര ഗൗരവമായിട്ടെടുക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യർ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം മാനിച്ചിട്ടാണ്. മറ്റുള്ളവരെന്ത് പറയും, സമൂഹം എന്ത് പറയുന്നു, മാധ്യമങ്ങൾ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ശാസ്ത്രം എന്ത് പറയുന്നു. പല മനുഷ്യരും അതുകൊണ്ട് തന്നെ ജീവനെതിരായിട്ട്, മനുഷ്യത്വത്തിന് എതിരായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ജോസഫ് അങ്ങനെ ആകുന്നില്ല. ജോസഫ് പറയുന്നു, ജീവൻ എന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നന്ദിയോടുകൂടി, സന്തോഷത്തോടുകൂടി, കരുതലോടുകൂടി ഏറ്റെടുക്കണം. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മോട് ചോദിക്കാം, നമ്മളൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണ്? നമ്മുടെ മുഖം രക്ഷിക്കുവാനായിട്ടാണോ? നമ്മുടെ അഭിമാനത്തിന് വേണ്ടിയിട്ടാണോ? അതോ ദൈവവും മനുഷ്യനുമൊക്കെ നമ്മുടെ തീരുമാനങ്ങളിൽ പങ്കുവഹിക്കുന്നുണ്ടോ? മറിയത്തിന് ജോസഫ് ഉണ്ടായതുപോലെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കുവാനായിട്ട്, നമുക്ക് ശക്തി പകരുവാനായിട്ട് മനുഷ്യർ, സുഹൃത്തുക്കൾ നമ്മോടൊപ്പമുണ്ടോ? ദൈവം നമ്മുടെ തുണയാണോ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ? ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് വഴി കണ്ടെത്തുവാൻ, ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ജോസഫിനെ പോലെ മറ്റുള്ളവരെ കരുതുവാനായിട്ട്, അവരുടെ മാനത്തിനും അവരുടെ ജീവിതത്തിനുമൊക്കെ കാവലാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം അതിന് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.